ഇതിനിടെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനിയെ വധിക്കാൻ ഇസ്രായേൽ ആസൂത്രണം നടത്തുന്നു എന്നുള്ള വാർത്ത പുറത്തേക്ക് വന്നത്. അവർ ഇറാനെതിരെ നടത്തിയ ആദ്യ ദിവസത്തെ ആക്രമണം. അതിന്റെ തൊട്ടു പിന്നാലെ ഖമനി ഞങ്ങളുടെ പരിധിക്കുള്ളിലാണെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. ആദ്യ ദിവസത്തെ ആക്രമണത്തിൽ അവർ ഇറാൻ വലിയ നാശനഷ്ടങ്ങൾ വരുത്തുകയുണ്ടായി. അവരുടെ സംയുക്ത സേനാ തലവൻ, അതുപോലെ തന്നെ അവരുടെ അഭിമാന കേന്ദ്രമായ റവല്യൂഷണറി ഇസ്ലാമിക് ഗാർഡ്സിന്റെ 2 ഉന്നതരായ കമാൻഡർമാര്, അയത്തുള്ള ഖമനിയുടെ ഉപദേശകൻ, അതോടൊപ്പം തന്നെ 14 ആണവ ശാസ്ത്രജ്ഞന്മാരെയും അവര് വധിച്ചു. ഇസ്രായേലിന്റെ പ്രധാന ലക്ഷ്യം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായിരുന്നു. അവര് ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിനെ അടുത്തെത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ആ പദ്ധതി തകർക്കുന്നതിനുള്ള നീക്കമാണ് ഇസ്രായേൽ നടത്തിയത്. അങ്ങനെ 14 ആണവ ശാസ്ത്രജ്ഞന്മാരെ വകവരുത്തുന്നതിൽ ഇസ്രായേൽ വിജയിച്ചു. അങ്ങനെ ഈ ഒരു നേട്ടത്തിന്റെ പിന്നാലെ വേണ്ടി വന്നാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ അയാത്തുള്ള ഖമനിയെയും ഉന്നമിടാം എന്നവർക്കൊരു തോന്നലുണ്ടായി, ഒരു ആത്മവിശ്വാസം വന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവര് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് അതിന് അനുമതി ചോദിച്ചത്.